ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വീട്ടമ്മയുടെയും 2 പെൺമക്കളുടെയും വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ജോമോൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞേക്കുന്നിട അവൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട വീട് നശിച്ചേക്കുന്ന, നീ അവളെ നശിപ്പിക്കണം, കൊല്ലണം, അങ്ങനെയൊക്കെയാണ്. ഞാനും ജോമോനും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഒരു വിധത്തിലും അമ്മ സമ്മതിക്കില്ലായിരുന്നു. ഇറക്കി വിടില്ല അവളെയും പിള്ളേരെന്ന് പറയുമ്പോൾ ജോമോൻ ഇറക്കി വിടും. അമ്മയും പെങ്ങന്മാരും പറയുന്നതാണ് എല്ലാം ശരിയാണ്. ആൾക്കാർ നൈറ്റ് ജോമോൻ എന്നെയും പിള്ളേരെയും കൊല്ലാൻ ശ്രമിക്കുന്നു. പോലീസ് സംരക്ഷണയിലാണ് ഇപ്പോൾ ഇവർ ഭർത്തൃ വീട്ടിൽ കഴിയുന്നത്. മുകളിലത്തെ നിലയിൽ ഒരു റൂമിലേക്ക് ഞങ്ങളെ മാറ്റുകയും ആ റൂമിൽ എൻ്റെയും മൂത്ത മോൻ്റെയും ഇളയ മോളുടെയും എല്ലാ സാധനമാണ്. മോൾ 8ലാണ് പഠിക്കുന്ന, മോൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ റൂം കൺജസ്റ്റഡ് ആക്കി തന്നിട്ട് ഞങ്ങൾക്ക് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മേലുപദ്രവം തന്നെയാണ്. നമ്മളെ നല്ലപോലെ ഉപദ്രവിക്കും. അവർ മെൻ്റലിയും ഫിസിക്കലിയും നമ്മളെ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അമ്മയോട് പറയുന്നു, നിങ്ങൾ കൊന്നോ അവളെയും കൊച്ചിനെ നിങ്ങൾ കൊന്നോ, ഞാൻ പോയി ജയിലിൽ കിടന്നോളാം, എനിക്ക് മടുത്തു, സമാധാനമില്ല എന്ന്. ആക്ച്വലി ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. ഞാനും പിള്ളേർ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഭർത്തൃപീഡനത്തെ തുടർന്ന് ഏറ്റുമാനൂർ സ്വദേശിനിയായ ഷൈനി എന്ന വീട്ടമ്മ 2 പെൺമക്കളുമായി ട്രെയിനിന് മുൻപിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഇപ്പോൾ 1 മാസം കഴിയുകയാണ്. ഷൈനി ജീവനൊടുക്കിയ ഷൈനിയുടെ സ്വന്തം നാടായ ഏറ്റുമാനൂരിൽ തന്നെ ഇത്തരത്തിൽ ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വീട്ടമ്മയുടെയും 2 പെൺമക്കളുടെയും വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഷൈനിയുടേത് സമാനമായ ജീവിതമാണ് ഇപ്പോൾ ഒരു നേഴ്സ് കൂടിയായി ഈ വീട്ടമ്മ നേരിടുന്നത്. പോലീസ് സംരക്ഷണയിലാണ് ഇപ്പോൾ ഇവർ ഭർത്തൃ വീട്ടിൽ കഴിയുന്നത്. ഒറ്റ മുറിക്കുള്ളിൽ 2 പെൺമക്കളുമായി കഴിയേണ്ട അവസ്ഥയിലാണ്. അതിനിടയിൽ ഒരുപാട് ദ്രോഹവുമൊക്കെ ഈ വീട്ടമ്മയോടും മക്കളോടുമൊക്കെ ചെയ്യുന്നു. മക്കളെ വരെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. പോലീസ് സംരക്ഷണയെ തുടർന്നും ഈ മക്കളെയും ഭാര്യയെയും ഉപദ്രവിച്ചതിനെ തുടർന്ന് നൽകിയ പരാതിയിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ഇയാളെ റിമാൻഡിലാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തൻ്റെ ജീവന് തന്നെ ഭയത്തോടെയാണ് താൻ ജീവിക്കുന്നതെന്നാണ് ഈ വീട്ടമ്മ മറുനാടനോട് പ്രതികരിക്കുന്നത്. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. വിവാഹം കഴിച്ച സമയം മുതലേ ഉണ്ടായിരുന്നു. എൻ്റെ 2004 മെയ് 15-നാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഒക്ടോബറിൽ ഫാദറിലേക്ക് ഒരു പാരലൈസ്ഡായി. അതേ തുടർന്ന് അമ്മ ഞാൻ അരിയിട്ട് കയറിയതാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഞാനും ജോമോനും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഒരു വിധത്തിലും അമ്മ സമ്മതിക്കില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് കുട്ടികൾ 2 ഉണ്ട് എന്ന് പറഞ്ഞാലും ജോമോനൊന്ന് ശകലമായിട്ട് നമ്മളോടൊരു സ്നേഹം കാണിച്ച അമ്മ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും. പിന്നെ ഇറക്കി വിടിയിൽ തന്നെയാണ്. ഇറക്കി വിടുകയെന്ന് വെച്ചാൽ ഇറക്കി വിടില്ല അവളെയും പിള്ളേരെന്ന് പറയുമ്പോൾ ജോമോൻ ഇറക്കി വിടും. അങ്ങനെ അതിനകത്ത് പിന്നെ ഈ പെങ്ങന്മാർ 2 പേരും എബ്രോഡാണ്. അവർ ഈ അമ്മ പറയുന്ന മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, കേൾക്കുകയുള്ളൂ. അമ്മ ഞാൻ അതുകൊണ്ട് അവരോടൊന്നും അധികം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയാറില്ല. പിന്നെ സ്വയം സഹിക്കും, കുടുംബമല്ലേന്ന് ഓർത്ത്. പിന്നെ സഹി കെട്ടിട്ട് ഞാൻ പോവുമായിരുന്നു വീട്ടിൽ നിന്ന്. കാരണം മക്കൾക്ക് സമാധാനം വേണമല്ലോ, ജോമോനും സമാധാനം വേണമല്ലോ എന്നോർത്ത് ഞാൻ ആദ്യം 2011 എന്നെ ഒന്ന് ഇറക്കി വിട്ടിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂർക്ക് പോയി ജോലിക്ക്. അന്നേരം ഇപ്പം എൻ്റെ കുട്ടികളെ എൻ്റെ കൂടെ തന്നു. ഇളയ മോൾക്ക് 9 മാസം അന്ന് പ്രായമേ ഉള്ളൂ. അങ്ങനെ അവിടെ വന്നിട്ട് ആ സമയത്ത് ജോമോനെ അങ്ങനെ എൻ്റെ കൂടെ വിട്ടില്ല. അതുവരെ ജോമോൻ ജോലി പുറത്തോട്ട് പോയപ്പം അല്ലല്ല ജോമോൻ ഇവർ സമ്മതിക്കില്ല. എബ്രോഡ് ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ കൂടെ തന്നെ പിള്ളേരെ വിട്ടു. പക്ഷെ പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് ഇവർ കുട്ടികളെ എൻ്റെ വീട്ടിൽ വിടാനായിട്ട് സമ്മതിച്ചില്ല. പിന്നെ ഞാനതും വിസിറ്റിംഗ് വിസയിലാണ് ഇറ്റലിക്ക് പോകുന്നത്. 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇളയ മോള് മൂത്ത മോക്കെന്നപ്പോൾ ആദ്യം 6 വയസ്സും ഇളയ മോക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് പോകുന്നത്. ആ പൈസ മൊത്തം ഈ പിള്ളേരവിടെ നിൽക്കുന്നതുകൊണ്ട് വീട്ടിലെ ഓരോ ആവശ്യവും പറഞ്ഞ് പൈസ എല്ലാം വാങ്ങിയെടുക്കുമായിരുന്നു. ജോമോന് ആ സമയത്ത് ബിസിനസ് ഇട്ട് കൊടുത്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. 2011 എന്നെ ഇറക്കി വിട്ടായിരുന്നല്ലോ. ഇറക്കി വിട്ട് ബാംഗ്ലൂർ ജോലിക്ക് പോയപ്പോഴത്തേക്ക് ജോമോൻ അവിടെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മൂത്ത പെങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, ജോമോനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ജോമോൻ്റെ അമ്മയുടെ പേരിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കൊടുത്തു ജോമോന്. അവിടെ എന്നിട്ട് ജോമോനെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാനും പിള്ളേരും തന്നെയായിരുന്നു അവിടെ. അന്ന് ആ കൊച്ചിന് 9 മാസം പ്രായമേ ഉള്ളായിരുന്നു, ഇളയ കൊച്ചിന്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അവിടെ.
അപ്പോൾ പിന്നെ പ്രശ്നങ്ങളാണ് വീട്ടിൽ. അതെ അതെ, ഞാൻ വീട്ടിൽ വന്ന ഇപ്പം ലീവിന് വന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ പോകുമല്ലോ. സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ അമ്മ അത് സമ്മതിക്കില്ല. ജോമോനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനോ അതിപ്പം ജോമോൻ കൂടുതലും അമ്മയുമായിട്ടാണ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്താണെന്നോ ഒന്നും പുള്ളിക്കാൻ അറിയില്ല. അമ്മയും പെങ്ങന്മാരും പറയുന്നതാണ് എല്ലാം ശരി ആൾക്ക്. ഇപ്പോൾ എൻ്റെ മക്കൾ പോലും നിങ്ങളുടെ വീട്ടിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അത് കുറേ കാലമായിട്ട് നിങ്ങൾ 10 വർഷത്തെ പ്രവാസ ജീവിതമായിരുന്നു. അതെ അതെ. കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്താണ്? എനിക്ക് ജോലിയില്ല. ഞാൻ നല്ല ശമ്പളത്തിൽ നിന്നതായിരുന്നു ഇസ്രായേലിൽ, നല്ല ജോലിയായിരുന്നു. ആ ജോലി ഇവർ പെങ്ങന്മാരും അമ്മയും ജോമോനും കൂടെ പ്രഷർ ചെയ്ത് ജോലി കളയിപ്പിച്ച്. കാരണം ഞാൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നമ്മുടെ ഹൗസ് ലോൺ ഉണ്ടായിരുന്നു, പുതിയ വീട് റിനോവേറ്റ് ചെയ്തതിൻ്റെ. അത് മുക്കാലും തീർത്ത് വെറും 6 ലക്ഷം രൂപ വെച്ചതേ ഉള്ളൂ. ആ സമയത്താണ് ജോമോ കുടിയാന്ന് പറഞ്ഞ അമ്മ എന്നെ വിളിക്കുന്നത്. 2022 നവംബറിൽ വിളിക്കുന്നു. ഡിസംബറിലെ ലോൺ അന്നേരപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അമ്മ കുടിക്കാൻ കാശുണ്ടെങ്കിൽ ലോൺ 10,000 രൂപ വെച്ച് മാസം അടച്ചാൽ മതി, അത് ജോമോൻ അടച്ചോട്ടെ. എന്താണ് ഭർത്തൃ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ? ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഇവർ വിളിച്ചു വരുത്തുകയും അത് തുടർന്ന് ജോമോനെ ഇവിടുന്ന് മാറ്റി. അവർ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോമോനെ അർമേനിക്ക് ജോലിക്ക് വിടുകയെന്ന് പറഞ്ഞ പെങ്ങന്മാരും ദീപ ജോണും രേഖ ചക്കയും അമ്മയും കൂടെ ചേർന്ന് ജോമോനെ മാറ്റിയതിന് ശേഷം ഇവർ ജോമോൻ്റെ പ്രോപ്പർട്ടി അമ്മയ്ക്ക് പോയി. അമ്മയുടെ പ്രോപ്പർട്ടി ഞാൻ ഇറങ്ങി പോകുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മയുടെ പ്രോപ്പർട്ടി അമ്മ മകൾക്ക് എഴുതി കൊടുത്തിട്ട് ഓഗസ്റ്റ് 23-ാം തീയതി മകൾക്ക് എഴുതി കൊടുത്തിട്ട് 28-ാം തീയതി അമ്മ പോകുന്നു. 30-ാം തീയതി ജോമോനെ തിരിച്ചു വിട്ടിട്ട് അന്ന് നൈറ്റ് ജോമോൻ എന്നെയും പിള്ളേരെയും കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ നിന്നുള്ളവരെല്ലാം എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി ജോമോൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞേക്കുന്നെടാ അവൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട് നശിച്ചേക്കുന്ന, നീ അവളെ നശിപ്പിക്കണം, കൊല്ലണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി പോകാൻ നേരത്തെ എന്നോടൊരു വാക്ക് പറഞ്ഞു, അവൻ ചത്തു, നീ പിന്നെ എന്തിനാടി ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അമേരിക്കയ്ക്ക് പോകുന്നത്. പിന്നെ വന്ന് പ്രശ്നങ്ങളായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും, പരാതിയല്ല കേസായിട്ട് തന്നെ കൊടുത്തിരുന്നു. അപ്പം SHO അതിനെ സ്വീകരിക്കുകയും ചെയ്തു. രണ്ട് പെൺമക്കളല്ലേ? അതെ. നിങ്ങൾ ഈ ഭർത്തൃ വീട്ടിൽ എങ്ങനെയാണ് കഴിയുന്നത്? ഞാൻ ഒരു റൂമിനകത്ത് നമുക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ താമസിക്കാനും നമ്മുടെ ഫ്രീഡം ബ്രേക്ക് ചെയ്യാനും ഒന്നും പറ്റാത്ത വിധം നമുക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ഓർഡർ തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങളെ ഒരു റൂമിനകത്ത് തന്നെ 13 വയസ്സുണ്ട് മോളുടെ റൂമിലേക്ക് ഞങ്ങളെ മാറ്റുകയും, ആ റൂമിനകത്ത് മുകളിലത്തെ നിലയിൽ ഒരു റൂമിലേക്ക് ഞങ്ങളെ മാറ്റുകയും, ആ റൂമിൽ എൻ്റെയും മൂത്ത മോളുടെയും ഇളയ മോളുടെയും എല്ലാ സാധനമാണ്. മോൾ 8ലാണ് പഠിക്കുന്നത്. മോൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ റൂം കൺജസ്റ്റഡ് ആക്കി തന്നിട്ട് ഞങ്ങൾക്ക് വേറൊരു റൂമും അലൗ ചെയ്യത്തില്ല. എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഉണ്ട് താനും. പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അമ്മ ഇറക്കി വിടാൻ നേരത്താണ് പോയി പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കുന്നത്. അതിന് ശേഷമാണ് ഹസ്ബൻഡ് വരുന്നത്. വന്നതിന് ശേഷമാണ് നമ്മളെ ഈ അമ്മ വിളിക്കും ഫോണിലൂടെ, എടാ ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഉടനെ പുള്ളിക്കാരൻ അതാണ്. പിന്നെ ഇളയ പെങ്ങൾ അങ്ങനെ തന്നെയാണ്. പെങ്ങളും വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതാകും ഇങ്ങനെയാകും. പിന്നെ അങ്ങോട്ട് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മേലുപദ്രവം തന്നെയാണ്. നമ്മളെ നല്ലപോലെ ഉപദ്രവിക്കും. ആൾക്ക് കേസുണ്ട്. മോളെ ഉപദ്രവിച്ചുണ്ട്. മൂത്ത മോളെ, ഇളയ മോളെ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല, ചീത്ത വിളിക്കുകയൊക്കെയോ ചെയ്യത്തുള്ളൂ. മൂത്ത മോളെ ഉപദ്രവിക്കും. പിന്നെ ഇളയ മോളെ ഉപദ്രവിക്കാതിരിക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. മൂത്ത മോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇളയ മോളെ ബാത്റൂമിൽ കയറ്റി കഥ അടയ്ക്കുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ അങ്ങ് ശീലിച്ച് അവൾ ഒരു ഒച്ച വരുമ്പോഴേ അവൾ മുറിക്കകത്ത് കയറി അടയ്ക്കും. ഇപ്പം ഞാൻ ഭക്ഷണം പാചകം ചെയ്യുന്നത് എങ്ങനെയാണ്? 2ആയിട്ടാണ് പാചകം ചെയ്യുന്നത്. അതനുസരിച്ച് അവർ നമുക്ക് ജോമോൻ ചിലവിന് തരുവാന്നുമില്ല, ഇന്നുമില്ല, കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കില്ല. ഒരു പ്രാവശ്യം അന്ന് എൻ്റെ പൈസ ഇല്ലാതെ ഒരു സമയത്ത് കൊച്ചിന് നല്ലപോലെ വിശന്നപ്പം ജോമോനോട് ഫുഡ് ചോദിച്ചു. ജോമോൻ അവൾക്ക് ഫുഡ് എടുത്തു കൊടുക്കാനായിട്ട് പോയി കപ്പ എങ്ങാണ്ടായിരുന്നു. ജോമോൻ എടുത്തു കൊടുത്തതിന് ജോമോൻ്റെ അമ്മ ഭയങ്കര വഴക്കായിരുന്നു. നിന്നോട് ആരാടാ ഞാൻ ഉണ്ടാക്കി വെച്ച് എടുത്തു കൊടുക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. അവര് മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ടോർച്ചർ ചെയ്യുകയാണ്. ഇപ്പം രാത്രി ആകുമ്പോഴത്തേക്കും മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്യുക, മദർ ലോയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ ജോലിക്ക് പോയിട്ട് വന്ന വഴിക്ക് എന്തോ പറയുന്നു, ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. കാരണം പുള്ളിക്കാരൻ അമ്മയോട് പറയുന്നു, നിങ്ങൾ കൊന്നോ അവളെയും കൊച്ചിനെ നിങ്ങൾ കൊന്നോ, ഞാൻ പോയി ജയിലിൽ കിടന്നോളാം, എനിക്ക് മടുത്തു, സമാധാനമില്ല എന്ന്. ആക്ച്വലി ഞങ്ങൾ ആ റൂമിൽ
ഇറങ്ങത്തേ ഇല്ല. ഞാനും പിള്ളേർ ആ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി നിൽക്കുമെന്നല്ലാതെ പുള്ളിക്കാരിക്കൊരു സമാധാനക്കേടായിട്ട് ഞങ്ങൾ ഒരു വാക്ക് പോലും സംസാരിക്കില്ല. പിന്നെ ഒരു പ്രാവശ്യം മാത്രം ഞാൻ പറഞ്ഞു, അതെൻ്റെ മൂത്ത മോളുടെ പ്രോസസ്സിങ് നടക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ പോകണം പേപ്പർ വർക്കിനും കാര്യം. തിരിച്ച് വരുമ്പോഴത്തേക്ക് അമ്മ വളരെ അശ്ലീലമായിട്ട് കൊച്ചുമകളാണെന്നുള്ളൊരു ഇതുപോലും ഇല്ലാതെ അമ്മ വളരെ മോശപ്പെട്ട ആ വാക്ക് നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. ഒരമ്മയും കുട്ടികളെ സ്നേഹിക്കാനും ലാളിക്കാറൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥ ജോമോനും പിള്ളേരോട് വൈരാഗ്യമായി മാറി. അത് വൈരാഗ്യമാക്കി മാറ്റിയത് ജോമോൻ്റെ അമ്മയാണ്. മോള് പോളണ്ടിന് വിസ എടുത്ത് പോയപ്പം ജോമോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് മോള് പോകുന്നത്. ജോമോന് അത് നിഷേധിക്കുകയാണ്. പക്ഷെ മദറിലോ പറയുന്നത് അവരാരും അറിഞ്ഞില്ലെന്ന്. അവൾ പോകാൻ നേരത്ത് അപ്പാ ഞാൻ പോവാന്ന് പറഞ്ഞ് ജോമോൻ ആ ഇരുന്നിടത്തൊന്നും മാറിയില്ല, മോളെ ഒന്ന് തൊട്ട് പോലുമില്ല. പക്ഷെ അവൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. പക്ഷേ ജോമോൻ്റെ അമ്മ പറയുന്നു ഇല്ല എന്ന്. എൻ്റെ വീട്ടിലേക്ക് പോകാത്ത എന്നാന്ന് വെച്ചാൽ എന്നെ നേഴ്സിംഗ് പഠിപ്പിച്ചു. അന്നത്തെ കാലത്ത് അപ്പന് അത്ര വരുമാനമൊന്നുമില്ല. എന്നെ കെട്ടിച്ചതും പഠിപ്പിച്ചതും എല്ലാം അപ്പൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ്. അവരത്രയും കഷ്ടപ്പെട്ടു. അതിന് ശേഷം അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഉണ്ടാക്കിയതും ഞാൻ ജീവിച്ചതും എല്ലാം ജോമോൻ്റെ വീട്ടിലാണ്. അത് എൻ്റെ അധ്വാനം എല്ലാം ജോമോൻ്റെ വീട്ടിലാണ്. അത് കളഞ്ഞ ആ ഒരു ചെറിയ ജോലിയിൽ നിന്ന് ഇത്ര ആക്കിയെടുത്ത അമ്മയ്ക്കാണെങ്കിൽ 4th സ്റ്റേജ് ക്യാൻസറിൽ നിൽക്കുന്നു. അപ്പന് 75 വയസ്സ്. നമ്മൾ ഇത്രയും പ്രോബ്ലം വെച്ച് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ പിന്നെ ഡൗൺ ആവും. പിന്നെ 2022 ഡിസംബർ തൊട്ട് എൻ്റെ മക്കൾ എൻ്റെ വീട്ടിലായിരുന്നു 2 വർഷ കാലയളവ്, മെയ് 26 വരെ. പുറത്താണ്. ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തും ആ പ്രശ്നം വന്നില്ലേ, ആ സമയത്ത് ജോമോൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു പിള്ളേരെ. ആ സമയത്ത് ജോമോൻ്റെ അമ്മയാണ്. എൻ്റെ പപ്പ ചോദിച്ചപ്പം അമ്മ പറഞ്ഞു പിള്ളേരെ നോക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന്. ജോമോൻ പറഞ്ഞു അവർക്ക് പോകാം. ഞാനിപ്പോൾ പിള്ളേരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ വരും അപ്പച്ചാന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് പേടിയായിപ്പോയി. അങ്ങനെ പിള്ളേരെൻ്റെ വീട്ടിൽ പോയി അത്രയും 2 വർഷക്കാലം നോക്കി. അന്നും അമ്മയ്ക്ക് അസുഖമാണ്. എന്നിട്ടും അമ്മയും അപ്പനും ഒരു ചെലവിന് പോലും ചോദിക്കാതെ അവർ നോക്കി. എന്നെ എൻ്റെ ആങ്ങളെ നോക്കി. അവോയ്ഡ് ചെയ്യാൻ നോക്കിയതാണ്. പൈസ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് പ്രധാന കാരണം. പൈസ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇവർ വേറെ രീതികളിലൊക്കെയാണ് എന്നെ പറഞ്ഞ്. പെങ്ങന്മാരാണെങ്കിലും മൂത്ത പെങ്ങൾ എന്നോട് ഓസ്ട്രേലിയ വെച്ച് പറയുന്നത് നീ നല്ലൊരു പെണ്ണാണ്. ഞാൻ അതിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഇവർ പറയുന്ന വാക്കുകളും ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ ഇവർ മൂത്ത പെങ്ങൾ സംസാരിച്ചില്ല വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. നല്ല പെണ്ണാണെങ്കിൽ നീ അവിടെ നിന്ന് വാ. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ബ്രിഡ്ജിങ്ങിൽ നിൽക്കുക, എനിക്ക് വിസ ഇല്ല. വിസ ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ വരാം. നീ നല്ല പെണ്ണാണ്, നീ ഇവിടെ വന്ന് ഡിവോഴ്സ് ചെയ്ത് പൊക്കോളാൻ. പിന്നെ ഇവർ അമേരിക്കയിൽ നിന്ന് മൂത്ത രേഖ ചോക്കയും ദുബായിൽ നിന്ന് ദീപ ജോണും കൂടെ വന്ന് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് എന്നിട്ട് എന്നെപ്പറ്റി വളരെ മോശം ഒരപ്പം കേൾക്കാൻ വയ്യാത്ത വിധത്തിൽ ഇവർ പറയുകയുണ്ടായത്. എന്നിട്ട് ഇവരത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും ദ്രോഹിക്കാൻ മാത്രം ഞാൻ ഇവരുടെ വീട്ടിൽ ഇല്ല. ജോമോൻ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ ജോമോൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമ്മളിപ്പം 1 രൂപ ചോദിച്ചാൽ 2 രൂപ ജോമോൻ മേടിച്ചെടുക്കും. ശമ്പളം മൊത്തം മേടിച്ചെടുക്കും. ചിലവിന് തന്നിട്ടുമില്ല. ഇപ്പോൾ ഈവൻ എൻ്റെ പിള്ളേർ 2022 ഡിസംബറിൽ പോയതാണല്ലോ, ആ സമയത്ത് പോലും ചെലവിന് തന്നിട്ടില്ല. 10 വർഷത്തോളം ഈ വീട്ടമ്മ വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച പണവുമായാണ് ഇവർ വീട് പണിതത്. എന്നാൽ ഇപ്പോൾ ആ വീട് ഭർത്താവിൻ്റെ പേരിലല്ല, തൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട വീട് ഇപ്പോൾ അന്യമായിരിക്കുന്നു. മാത്രമല്ല തൻ്റെ സ്വർണവും ഉൾപ്പെടെ എടുത്തിരിക്കുകയാണ്. പോലീസ് സംരക്ഷണയിലാണ് ഈ ഒറ്റമുറി വീട്ടിൽ ഇവർ കഴിയുന്നത്. തങ്ങൾക്കത് വലിയ പ്രയാസമാണ്. പ്രായമായ ഒരു മകൾ മാത്രമാണ് ഇപ്പോൾ കൂടെയുള്ളത്. മൂത്ത മകൾ വിദേശ പഠനത്തിനായി അയച്ചിരിക്കുകയാണ്. അങ്ങനെ കഴിയുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. പോലീസ് സംരക്ഷണം ഞങ്ങൾക്ക് ഉറപ്പാക്കണം. മാത്രമല്ല കൂടുതൽ സൗകര്യം ഈ വീട്ടിൽ ചെയ്തു നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയുമായാണ് ഇപ്പോൾ ഈ വീട്ടമ്മ നമ്മളെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല തൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുകാർ ഭർത്താവും ബന്ധുക്കളുമൊക്കെ ആയിരിക്കും ഉത്തരവാദി എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സമൂഹത്തിന് മുൻപിൽ ഈ വീട്ടമ്മ പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മർദാനൻ മലയാളി, കോട്ടയം.